വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നേക്കണ് ഹുസൈൻ മാളിലാട്ടോ. ഞങ്ങളവിടെ എത്താനായേ. നല്ല രസമല്ല അവിടെ പുറത്ത് കാണാന്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായി. നിങ്ങൾ ഹുസൈൻ മാളി വന്നിട്ടുണ്ടോ? എന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിങ്ങൾ ഹുസൈൻ മാളിന് പുറത്തല്ലേ കണ്ടേക്കണേ, അകത്ത് പോയി നോക്കിയാലോ അവിടെ ഒന്നും ഉണ്ടാവാൻ നോക്കാൻ. നമ്മൾ പുറം കണ്ടപ്പോ എന്റെ കണ്ണിന് എട്ടിപ്പോയി. പൂച്ചാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കണേ. പുറത്തൊക്കെ നല്ല നല്ല നീറ്റ്ലിയിൽ അവര് വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് പോയി നോക്കണം. അങ്ങനെ ഞങ്ങള് കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. ഇനി കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് കാണാം. ഞങ്ങൾ കാറ് പാർക്കിങ്ങിന് പോയി. അപ്പൊ തന്നെ കുറെ പാട്ടുകളൊക്കെ പാടി. ചോദിച്ചാണെങ്കിൽ പുറമൊക്കെ നോക്കിക്ക് ചോദിച്ചു. നല്ല ഇഷ്ടായി. ഉള്ളിലും പുറത്തൊക്കെ കാണായി. ഇനി ഞങ്ങള് കാറ് പാർക്ക് ചെയ്തിട്ട് വേണം അകത്ത് കേറാന്. അവിടെ കൊറേ തിരക്കുണ്ടാന്ന്. ഞങ്ങൾ എങ്ങനൊക്കെ കാറിന് പാർക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് കേറിയത്. ഇനി നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് കാണാം. കാർക്ക് കൊറേ ദൂരം ഉണ്ടാന്ന് പോവാന്. ഞാൻ കൊറേ കഥകൾ പറഞ്ഞു, കൊറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അവിടേക്ക് മാളിക്ക് നടക്കണം. എനിക്ക് നല്ല ഇഷ്ടായിട്ട് മാളെ കാണാന്. അടിപൊളി മാളാന്ന്. ചോദിച്ചു പപ്പ എടുത്ത് നടക്കേന്ന്. ഇന്ന് ഞാൻ എന്റെ വലിയ ആഗ്രഹം സഹായിക്കാൻ പോണ്. പുറത്തുനിന്നിട്ട് കൈ ഇങ്ങനെ മാജിക് പോലെ ആക്കുമ്പോള് ഇത് തുറക്കും. അതാണ് എന്റെ മാജിക്. ഞാൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി പോണേ. ഇനി എസ്കലേറ്റർക്ക് താഴെ പോണം. താഴെ പോയപ്പോ ഞങ്ങള് ഫോട്ടോകൾ എടുത്തു. അവിടെ നോക്കുമ്പോ നല്ല രസമുള്ള ഫോട്ടോകളൊക്കെ കിട്ടും കേട്ടോ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങള് എനിക്ക് കമന്റ് ചെയ്ത് തന്നെ കേട്ടോ. ഞങ്ങൾ മേലക്ക് കേറിയപ്പോഴാണ് അഞ്ചങ്ങാടി ഉള്ളത് ഫാമിലീസ് ഞങ്ങൾ കണ്ടത്. ബലിക്കും പപ്പ നല്ല സംസാരത്തിലാണ്. അവര് ഫോട്ടോ എടുത്ത് തരുമെന്നാ ചോദിച്ചത്. ഒരു ഫോട്ടോ എടുത്തപ്പോ അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ആയി. അഞ്ചങ്ങാടി ഞങ്ങൾക്ക് അറിയാം അവരൊക്കെ. പിന്നെ കുറെ ബാഗ്സ് ഉണ്ട്, പിന്നെ ബലൂൺസ് ഉണ്ട്, പിന്നെ ഗിഫ്റ്റ് കണ്ടപ്പോ അങ്ങോട്ട് ഓടി. ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഒരുപാട് ഉള്ളി നടന്ന് കാണാണ്ട്. ഞങ്ങൾ അത്ര മേലക്കൊന്നും പോയില്ല. ഒരു സ്ഥലം കൂടി ഉണ്ടാന്ന്, അത് ഞങ്ങൾ മിസ്സാക്കി. അവിടെയൊക്കെ ട്രെയിൻ പോയിണ്ടാന്ന്. ഇവർ സംസാരിച്ച് നിന്നപ്പോ അവരൊന്നും കണ്ടില്ല, ഞാൻ മാത്രം കണ്ടോ. ഞങ്ങളങ്ങനെ തേടിക്കെത്തി. തേടിലെത്തിയപ്പോ താഴെ നോക്കുമ്പോ എനിക്ക് നല്ല പേടി. ഞാനതോട് പേടിച്ചൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് പുറത്തേക്ക് പോയി. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് കാണാൻ നല്ല രസമാണ്. അത് ഞങ്ങൾ അങ്ങോട്ട് പോയി. പോയപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി. അവിടെ നല്ല രസമുള്ള കുറെ സാധനങ്ങളുണ്ട്. പിന്നെ നോക്ക്, ലൈറ്റുകളുണ്ട്, കുറെ ആൾക്കാർസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. എനിക്ക് നല്ല ഞങ്ങൾ വന്നപ്പോ ചേറുണ്ടോ. അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഇരുന്നു. ചൂച്ചാണെങ്കിൽ ഇവരിപ്പം പോണ്. പിന്നെ ബാക്കിൽ നടന്നിട്ട് വീഴാ, പിന്നെ ഫ്രണ്ടിക്ക് പോയിട്ട് ബാക്കി എന്നിട്ട് വീഴാ. ഏത് നേരം ഇങ്ങനെ വീണ് കളിക്കുക. അത് മാത്രമല്ല ഓടിയിട്ട് വേറെ എങ്ങോട്ടോ പോണ്. എന്നിട്ട് പപ്പ ഓടിയിട്ട് അവനെ പിടിക്കും. നല്ല കോമഡിയാണ് അതൊക്കെ കാണാൻ വേണ്ടിട്ട്. കുറച്ചൊക്കെ ചുച്ചു ഓട്ടുണ്ട്. ബാലിക്ക് കുറെ അടുത്തത് ചുച്ചിന്റെ ഓട്ടാണ്. നല്ല രസം ഓട്ടം കാണാന്. പിന്നെ അവിടെ കുറെ ബോട്ടുകൾ പോണ്ടാന്ന്. ഞങ്ങള് കേറി ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്റെ പേടി എന്താ വെച്ചാല് വീഡിയോ എടുക്കുന്ന സമയത്ത് ബോട്ട് സ്പീഡിൽ പോകുമ്പോ ഫോണ് വെള്ളത്തേക്ക് വീണാലോ. അങ്ങനെ ഞങ്ങള് കൊറേ നേരം അവിടെ നിന്നിട്ട് കണ്ട്. അവിടെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ആ ചെയറിലിരുന്ന്. തൂച്ചാണെങ്കിൽ പിന്നാലെ വരണേ. ഞാൻ ഇങ്ങനെ ഷൂ ഇട്ടിട്ട് നടക്കണത്. ഹീലൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഷൂ തന്നെ വേണം. പിന്നെ അങ്ങോട്ട് ഓടി. ചൂച്ചാണെങ്കിൽ ഒറ്റ അവര് പിടിക്കാൻ പോലും പറ്റണില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കുറെ ഫോട്ടോകൾ എടുത്തിട്ട് ഞാൻ വരെയാണ്. നല്ല രസം കാണാന്. ഞാൻ അതിന് മേലെ കയറാൻ നോക്കി. ചൂച്ചാണെങ്കിൽ നല്ല കരച്ചില്ല അതിന് മേലെ കയറാൻ വേണ്ടിട്ട്. ചൂച്ചിനൊരു അനുസരം പോലും ഇല്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. ഞങ്ങൾ അവിടെ കൊറേ വിളിച്ചു. ഞങ്ങൾ അവിടെ വേറെ സ്ഥലത്ത് പോവാ, ഇവ വേറെ സ്ഥലത്ത് പോവാ. ഞാൻ കൊറേ വട്ടം വിളിച്ചു, അത് വരണില്ല. ചൂച്ചിന് ഏതൊരു മുട്ടായിയാണ്. മുട്ടായി എന്ന് അവന് പറഞ്ഞ നെഞ്ചല്ലോ, അതോടെ അവൻ ഏതോ നേരം മുട്ടായി തിന്നും. പിന്നെ അവൻ ഇങ്ങനെ ഓടി ചാടി പോവേണ്. ഞാൻ ആ സമയത്ത് സ്ലിപ്പായിട്ട് വീണ് താഴെ ഒരു ബോക്സിൽ ഇങ്ങനെ ചാടി നടന്നതാന്ന്. അപ്പൊ ഞാൻ വീണ്. എന്റെ ഡ്രസ് അതല്ലല്ലോ, ചാടി നടക്കാൻ ഡ്രസ് അല്ലല്ലോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഓടി. നോക്കുമ്പോ നല്ല രസ സ്ഥലം. എനിക്ക് അതിനുള്ളിൽ കയറുന്നുണ്ടാന്ന്. അതല്ല, നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കാര്യം അറിയണ്ടേ. എല്ലാരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വെള്ളത്തിന് സാധനം കണ്ടു. ആ ചില്ല് പൊട്ടിയാല് ഈ നാളും ഫുള്ളും വെള്ളം പൊക്കയോ. അച്ഛൻ നല്ല വെള്ളമാണ് അവിടെ ഉള്ളത്. എനിക്കാണെങ്കിൽ പേടിയാണ്. ഞാനൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് പോലുണ്ട്. പിന്നെ എനിക്ക് ആ വെള്ളം തൊടാൻ വേണ്ടിട്ട് ഞാൻ ആ ഗ്ലാസിന്റെ അപ്പുറത്ത് കൈ തൊടും.
പൊട്ടൂല്ല. ഇനിയിപ്പൊ മനസ്സ് പറയണത് പൊട്ടൂല നബ, അത് തൊട്ടോന്നാ. ഞാൻ എന്നാലും പേടിച്ചിട്ടാണ് തൊടണേ. കൊറേ ഉണ്ട്. ഒരെണ്ണത്തിൽ താഴെ നോക്കുമ്പോ ഫുള്ളും വെള്ളം. അത് വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചൂച്ചാണെങ്കിൽ നല്ല ഓട്ടം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൂച്ചിയുടെ ഓട്ടം കുറച്ചുണ്ടെന്ന്. അതന്നെ കൊറേ ഓട്ടം തന്നെ ഓട്ടം. പിന്നെ ഞങ്ങൾ ഫ്ലവറിന്റെ അവിടെ നിന്ന് അപ്പുറത്തെ കടയിൽ നിന്ന് എനിക്ക് സ്മെല്ലിന്റെ ഒരു സാധനം കിട്ടിയ അത് സ്മെല്ല് ചെയ്ത് എടുക്കണേ. ഇപ്പൊ നോക്കുമ്പോഴോ ആ സാധനം പപ്പ കയ്യില് ചൂച്ചിന് കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് അതെവിടോ കളഞ്ഞു. ഞാനത് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വാശി പിടിച്ച് പിന്നെ എന്ത് ചെയ്യാനാ, അതിന് കിട്ടൂലല്ലോ. പിന്നെ ഞങ്ങള് ഒന്നും കൂടി ബോട്ട് കണ്ട് പാവക്കട കണ്ടപ്പോൾ നല്ലോട്ടം. പിന്നെ കരിച്ചെന്ന് നല്ല കരിച്ചില്. ആ പാവകള് ഡ്രസ്സ് വേണം, പാവകള് വേണം. ഇതാണ് പഞ്ഞി ഉണ്ടാക്കുന്ന മെഷീന്. ഞാൻ കൊറേ നേരം അവിടെ നിന്നിട്ട് പഞ്ഞൊക്കെ നോക്കി. ആ പാവലങ്ങനെ നേരെ ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അന്നേരം ചീത്ത പറയും. നിങ്ങൾക്ക് ഇഷ്ടല്ല പാവ ചോദിച്ചാൽ അവർ തരൂ കേട്ടോ. നിങ്ങള് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അവരുണ്ടാക്കി തരും, തുന്നിട്ട് ഉണ്ടാക്കി തരും. പിന്നെ ഞങ്ങള് സ്റ്റെപ്പ് ഒന്നും കൂടി കയറിപ്പോ ക്രിസ്മസിന്റെ ഈ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറെ ഫോട്ടോകൾ എടുത്ത്. എന്റെ ഫോട്ടോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഫോളോ ചെയ്യട്ടാ. അവിടെ ചോക്ലേറ്റ് വരുന്നുണ്ട്. ചോക്ലേറ്റ് മുട്ടായി ഉണ്ടാക്കണ ചോക്ലേറ്റ് ആണ് വരണേ. എനിക്ക് അത് തൊടാൻ എന്റെ വിചാരം ചില്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് അതിലേതെങ്കിലും ഒന്നാണ്. എനിക്ക് തൊടാൻ ആഗ്രഹമുണ്ട്, തൊടാൻ പറ്റൂല. കടയേറണ്ടേ, കടയിൽ തൊട്ടാലും ഒരു ചീത്ത പറയും കടയിൽ തൊൽക്കാര്. പിന്നെ ഞങ്ങൾ കുറെ നേരം ഇങ്ങോട്ട് നടന്നു. പിന്നെ ഞങ്ങൾ കുറെ നടന്നു, കാഴ്ചകൾ കാണണ്ടേ, അതിനൊക്കെ കുറെ നേരം നടന്നു. അത്രയല്ല മലയാളി വന്നിട്ട് കാണട്ടോ. അതുപോലത്തെ നല്ല രസമാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യണം. നാട്ടിലെ ആൾക്കാരൊക്കെ എന്റെ വീട് കാണുന്നുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. കണ്ണട്ടോ. പിന്നെ ഞങ്ങൾ കുറെ ദൂരം നടന്ന് പിന്നെ അപ്പോഴാണ് കുറെ പാവകള് കണ്ടത്. ചൂച്ച പാവകളെ എടുക്കാൻ നോക്കണ്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റെന്നുണ്ട്. ഞാനൊറ്റോട്ടം. ഇവൻ എന്തെങ്കിലും എടുത്തോണ്ടെങ്കിൽ എന്റെ മെക്കെട്ട ആൾക്കാർ കേറാം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ വീട് കഴിയാനായി. ഇനി പുതിയ വീട് വരാണ്. ബൈ ബൈ. എല്ലാരും മറക്കല്ലേ കേട്ടോ, ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനേ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എനിക്ക് വീഡിയോകൾ ഇങ്ങനെ ഇടാൻ പറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇടൂല. പിന്നെ അങ്ങനെ ഞങ്ങള് റൂമിക്ക് തിരിച്ചു പോവാണ്. നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാ ഞങ്ങള് വീട്ടിലേക്ക് പോണ വഴി. ഞങ്ങളെ റൂമിക്ക് പോകാൻ കുറെ ദൂരം ഉണ്ട്. എന്റെ ഫ്രണ്ട് ഇവിടെ താമസിക്കണം. അവളെ പേര് ഈശ്വലി. അന്ന് ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.